ചില സിനിമകൾ അവസാനിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചോദിച്ചു പോകും, ആ സിനിമ അവസാനിച്ചാലും അതിലെ കഥ നമ്മുടെ ഉള്ളിൽ അവസാനിച്ചിട്ടുണ്ടാവില്ല. വില്ലന്റെ ഒരു ചിരിയിലോ അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ പാതി വഴിയിൽ മുറിഞ്ഞ ഒരു പ്രതികാരത്തിലോ അവസാനിപ്പിച്ച സിനിമകളേറെയുണ്ട്. രണ്ടാം വരവിനായി നമ്മളെ കാത്തിരിപ്പിന്റെ ഒരു സുഖത്തിൽ നിർത്തിയ ആ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രോമാഞ്ചം ഈ ലിസ്റ്റിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ സിനിമ. വടക്കൻ ബാംഗ്ലൂരിലെ ആ ബാച്ചിലർ മുറിയിൽ നടന്ന സംഭവങ്ങൾ അവസാനിക്കുന്നത് വളരെ വലിയൊരു സസ്പെൻസിലാണ്. സൗബിനും സുഹൃത്തുക്കളും ഓജോ ബോർഡ് കളി നിർത്തി സമാധാനമായി ഇരിക്കുമ്പോഴാണ് അവരുടെ റൂമിലേക്ക് പുതിയൊരു വാടകക്കാരൻ വരുന്നത്. അർജുൻ അശോകന്റെ എൻട്രി. സിനിമോൻ എന്ന കഥാപാത്രമായി അർജുൻ അശോകൻ എത്തുന്നതും അയാളുടെ വിചിത്രമായ പെരുമാറ്റവുമാണ് രണ്ടാം ഭാഗത്തിനുള്ള വഴി തുറക്കുന്നത്. സിനിമയുടെ അവസാനം തന്നെ രോമാഞ്ചം 2 ദ മിസ്റ്ററി ഓഫ് സിനുമോൻ ഉടൻ വരുമെന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ചിരുന്നു. യഥാർത്ഥത്തിൽ നടന്ന കഥയായതുകൊണ്ട് തന്നെ സിനിമോൻ വന്നതിന് ശേഷം ആ വീട്ടിൽ നടന്ന സംഭവങ്ങളാകും രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുക. ക്ലൈമാക്സിൽ കോളേജ് ഗേറ്റ് കടന്ന് ആ കറുത്ത ഷർട്ടുമിട്ട് രംഗണ്ണൻ വീണ്ടും വരുമ്പോൾ നമ്മൾ കണ്ടത് ഒരു തിരിച്ചുവരവ് മാത്രമല്ല, അതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ബാംഗ്ലൂർ നഗരത്തെ വിറപ്പിക്കുന്ന ആ ഡോൺ എങ്ങനെയാണ് ഉണ്ടായത്? ഒരു സാധാരണ മലയാളി പയ്യനിൽ നിന്ന് അടിമുടി സ്വർണ്ണമണിഞ്ഞ എതിരാളികളെ പേടിപ്പിക്കുന്ന രംഗയിലേക്കുള്ള ദൂരം എത്രയായിരുന്നു? ആവേശം 2വിനേക്കാൾ നമ്മൾ കാത്തിരിക്കുന്നത് രംഗണ്ണന്റെ ഭൂതകാലം കാണാനാണ്. സിനിമയിൽ പലയിടത്തും രംഗണ്ണൻ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്നുണ്ട്. വെറും കൈയോടെ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ ആ പയ്യൻ എങ്ങനെയാണ് അവിടുത്തെ അധോലോകം കീഴടക്കിയത്? സിനിമയിലുടനീളം നമ്മൾ കണ്ടത് വൈറ്റ് ഷർട്ടിട്ട രംഗണ്ണനെയാണ്. എന്നാൽ ക്ലൈമാക്സിൽ അയാൾ വരുന്നത് കറുത്ത ഷർട്ടിലുമാണ്. അയാളുടെ ജീവിതത്തിലെ ഓരോ നിറത്തിനും ഓരോ കഥ പറയാനുണ്ടാകും. എന്തായാലും ജിത്തു മാധവൻ ഇതിന്റെ കഥ ഏകദേശം റെഡിയാണെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പുള്ളി നിലവിൽ സൂര്യയുടെ പടത്തിന്റെ വർക്കിലാണ്. അത് കഴിഞ്ഞ് ആവേശം 2 ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പൃഥ്വിരാജ് നായകനായ നയൻ എന്ന സിനിമ മലയാളത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ ത്രില്ലറുകളിൽ ഒന്നാണ്. ഈ സിനിമയും ഒരു രണ്ടാം ഭാഗത്തിന് വലിയ സാധ്യത നൽകുന്ന രീതിയിലാണ് അവസാനിച്ചത്. സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഇതാണ്. സിനിമയുടെ ഭൂരിഭാഗം സമയവും ആവ എന്നത് ആൽബർട്ടിന്റെ, അതായത് പൃഥ്വിരാജിന്റെ ബൈപ്പോളാർ ഡിസോർഡർ ആണെന്ന് വിശ്വസിപ്പിക്കാൻ സംവിധായകൻ ശ്രമിക്കുന്നുണ്ട്. ആൽബർട്ട് തന്റെ മകനായ ആദമിനോട് ആവയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദമിന് അവരെ മനസ്സിലാകുന്നു എന്ന രീതിയിലാണ് സിനിമ തീരുന്നത്. സിനിമയുടെ അവസാനം ഗുഹയ്ക്കുള്ളിലെ കവർ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ കോമറ്റ് വരുന്ന സമയത്ത് ഭൂമിയിലെത്തുന്ന ആ സ്പിരിറ്റിനെ കുറിച്ച് വ്യക്തമായ സൂചനയുണ്ട്. അതായത് ആവ വെറുമൊരു തോന്നലല്ല, മറിച്ച് ഒരു അമാനുഷിക ശക്തി തന്നെയാണെന്ന് അത് ഉറപ്പിക്കുന്നു. ഈ സിനിമയുടെ സംവിധായകൻ ജനൂസ് മുഹമ്മദ് ഇതിന്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ആ ചുവർ ചിത്രങ്ങളും ആദമിന്റെ പ്രതികരണവും ഒരു പാർട്ട് 2വിനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. പ്രശാന്ത് നീൽ പ്രഭാസ് കൂട്ടുകെട്ടിൽ വന്ന സലാർ പാർട്ട് 1 ശരിക്കും ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള പ്ലോട്ട് സെറ്റ് ചെയ്താണ് സിനിമ അവസാനിപ്പിച്ചത്. ഇതിന്റെ രണ്ടാം ഭാഗത്തിന്റെ പേര് സലാർ പാർട്ട് 2 ശൗരാംഗ്യ പർവം എന്നാണ്. ദേവയുടെ യഥാർത്ഥ ഐഡന്റിറ്റി സിനിമയുടെ അവസാന നിമിഷം വരെ ദേവ വരദരാജ മന്നാറിന്റെ വെറുമൊരു വിശ്വസ്തനായ സുഹൃത്താണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ദേവ സത്യത്തിൽ കാൻസാർ ഭരിക്കേണ്ട യഥാർത്ഥ വംശമായ ശൗരാംഗ്യ എന്ന വംശത്തിലെ രാജകുമാരനാണെന്ന് വെളിപ്പെടുന്നു. കാൻസാർ പിടിച്ചടക്കിയ മന്നാർ വംശജർ കൊന്നൊടുക്കിയ ശൗരാംഗ്യകളിൽ അവസാനിക്കുന്ന പ്രധാന കണ്ണിയാണ് ദേവ. ശത്രുക്കളായി മാറുന്ന സുഹൃത്തുക്കൾ സിനിമയുടെ അവസാനം ഈ കഥയിലെ ഏറ്റവും വലിയ ശത്രുവിന്റെ കഥ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കാണിക്കുന്നത് വരദരാജ മന്നാറിനെയാണ്. സിനിമയുടെ അവസാനം ഈ കഥയിലെ ഏറ്റവും വലിയ ശത്രുവിന്റെ കഥ തുടങ്ങുന്നു എന്ന് പറഞ്ഞു കാണിക്കുന്നത് വരദരാജ മന്നാറിനെയാണ്. അതായത് രണ്ടാം ഭാഗത്തിൽ ദേവയും വരദയും തമ്മിലുള്ള വമ്പൻ പോരാട്ടമായിരിക്കും നടക്കുക. ജീവൻ കൊടുക്കാൻ തയ്യാറായിരുന്ന സുഹൃത്തുക്കൾ എങ്ങനെ കാൻസാറിന് വേണ്ടി പരസ്പരം കൊല്ലാൻ നോക്കുന്ന ശത്രുക്കളായി മാറി എന്നതാണ് രണ്ടാം ഭാഗത്തിന്റെ കാതൽ. ഒന്നാം ഭാഗത്തിൽ കാൻസാറിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ രണ്ടാം ഭാഗത്തിൽ ദേവ തന്റെ വംശത്തിന്റെ അധികാരം തിരിച്ചുപിടിക്കുന്നതും കാൻസാറിലെ മറ്റ് നിഗൂഢമായ വംശങ്ങൾ തമ്മിലുള്ള യുദ്ധവും കാണാൻ സാധിക്കും. സിനിമയുടെ അവസാന രംഗത്ത് പാർത്ഥിബൻ തന്റെ കുടുംബത്തോടൊപ്പം സമാധാനമായി ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. അത് മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ പോരാടുന്ന വിക്രമാണ്. നിങ്ങളെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം ലിയോദാസ് എന്ന് വിക്രം പറയുന്നതോടെ പാർത്ഥിബൻ തന്റെ ഭൂതകാലം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നു. മയക്കുമരുന്നില്ലാത്ത ഒരു ലോകത്തിനായി തന്നോടൊപ്പം ചേരാൻ വിക്രം ലിയോയോട് ആവശ്യപ്പെടുന്നു. ഇതിനോട് പാർത്ഥിബൻ പുഞ്ചിരിയോടെ പ്രതികരിക്കുന്നത്
വരാനിരിക്കുന്ന വലിയൊരു പോരാട്ടത്തിൽ ലിയോയും വിക്രമും ദില്ലിയും ഒന്നിക്കുമെന്നതിന്റെ സൂചനയാണ്. ലിയോയ്ക്ക് ഒരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് ലോകേഷ് കനകരാജ് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുൻപ് കൈദി 2ഉം വിക്രം 2ഉം സംഭവിക്കേണ്ടതുണ്ട്. ഈ സിനിമകളെല്ലാം കൂടിച്ചേരുന്ന ഒരു മെഗാ ക്ലൈമാക്സ് ചിത്രത്തിലാകും ലിയോദാസിന്റെ പൂർണ്ണരൂപം നമ്മൾ വീണ്ടും കാണുക. സിനിമയുടെ അവസാനം ആ ദുഷ്ടശക്തിയോ അല്ലെങ്കിൽ ആ ശാപമോ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നൊരു സൂചന നൽകുന്നുണ്ട്. ഒരു പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ സ്ഥലമോ കേന്ദ്രീകരിച്ച് ആ ഭീതി വീണ്ടും തുടരുമെന്ന രീതിയിലാണ് രാഹുൽ സദാശിവൻ അത് അവസാനിപ്പിച്ചത്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ രക്ഷപ്പെട്ടാലും ആ ശാപം അടുത്ത ഒരാളിലേക്ക് അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിലേക്ക് കൈമാറുന്ന വിഷ്വൽസ് ക്ലൈമാക്സിൽ നമ്മൾ കണ്ടിരുന്നു. രാഹുലിന്റെ സിനിമകളിൽ ഭൂതകാലം, ഭ്രമയുഗം എപ്പോഴും ഒരു നിഗൂഢത ബാക്കി വെക്കാറുണ്ട്. ഡിഎസ് ഇറയുടെ ക്ലൈമാക്സിലും ആ നിഗൂഢത നിലനിൽക്കുന്നതുകൊണ്ട് ഒരു പാർട്ട് 2 വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മമ്മൂട്ടി നായകനായി വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ എന്ന സിനിമയും രണ്ടാം ഭാഗത്തിനുള്ള വ്യക്തമായ സൂചന നൽകിയാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ അവസാനം ടർബോ ജോസും കുടുംബവും ഇടുക്കിയിലേക്ക് തിരികെ എത്തുമ്പോൾ അവർക്കൊരു പാഴ്സൽ ലഭിക്കുന്നു. ആ പാഴ്സൽ തുറന്നു നോക്കുമ്പോൾ ജോസിന്റെ സുഹൃത്തായിരുന്ന ആൻഡ്രൂസിന്റെ അറുത്തെടുത്ത തലയാണ് അതിലുണ്ടായിരുന്നത്. വെട്രിവേൽ ഷൺമുഖസുന്ദരത്തിന്റെ സുഹൃത്തും ബിസിനസ് പങ്കാളിയുമായ ഒരാളാണ് ആ പാഴ്സൽ അയച്ചിരിക്കുന്നത്. ജോസിനോട് പ്രതികാരം ചെയ്യുമെന്ന ഭീഷണിക്കത്തും അതിനോടൊപ്പമുണ്ട്. സിനിമയുടെ ക്രെഡിറ്റ്സ് കാണിക്കുന്ന സമയത്ത് തന്നെ ഇതിനൊരു രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ വൈശാഖ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. ടർബോ 2വിലൂടെ മമ്മൂട്ടിയുടെയും വിജയ് സേതുപതിയുടെയും വലിയൊരു ആക്ഷൻ സീക്വൻസ് തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇതിനും രണ്ടാം ഭാഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്.